വന്നു. ഇതൊക്കെയാണ് രാവിലെ നമ്മൾ ചെയ്യാറുള്ള റൂട്ടീൻ. ഇതൊക്കെ തന്നെയാണ് ഞാനും ചെയ്തത്. രാവിലെ എണീറ്റ് പല്ല് തേച്ചു. എനിക്ക് ഫസ്റ്റ് ആദ്യം രാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യം ബാത്റൂമിൽ പോകണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്ക് ആദ്യം ബാത്റൂമിൽ പോയാലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വന്ന് പല്ലൊക്കെ തേച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. മുഖമൊക്കെ തുടച്ചു. എനിക്ക് രാവിലെ ഇങ്ങനെ പല്ല് തേക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ആലോചനകളൊക്കെ ഉണ്ട് കേട്ടോ. പല ചിന്തകളാണ് ഇങ്ങനെ മനസ്സിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ത് രാവിലെ ഉണ്ടാക്കും എന്നിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് എന്നാൽ ദോശയും സാമ്പാറിരിപ്പുണ്ടായിരുന്നു. പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ചു ദോശ ഉണ്ടാക്കാൻ. സാധാരണ എല്ലാവരും തന്നെ തലേന്ന് ആലോചിച്ച് വെക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് അപ്പോഴാണ് എനിക്ക് എന്ത് തോന്നുന്നു അപ്പോൾ ഞാൻ അതുണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗോതമ്പ് എടുത്തു. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം 2 പേരേ ഉള്ളെന്ന് വെച്ചാലും ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അതൊരു 5 6 കാണത്തുള്ളൂ. അപ്പം കിട്ടിയവന് രാവിലെ പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് ദോശ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അപ്പോൾ അതുണ്ടാക്കുകയാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്താണ് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് കലക്കുന്നത്. അപ്പം ഇന്നലെ വെച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ. കഴിഞ്ഞ ഓണത്തിന് സമയത്താണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്തേക്ക് മാറുന്നത്. അതായത് ജോലി എനിക്കിവിടെ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ എനിക്കിവിടെ ഒന്നിച്ച് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച ആളും ഇങ്ങോട്ടേക്ക് വന്നു. രണ്ടുപേരും ഒന്നിച്ച് ജോലി എടുത്തായിരുന്നു ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. 2 മാസമായിട്ട് ഞാൻ ജോലി റിസൈൻ വെച്ച് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. കാരണം പേഴ്സണൽ റീസൺസ് ഒക്കെ കാരണമാണ്. ഞാൻ ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ വഴി ഞാൻ പറയാം കേട്ടോ കാര്യങ്ങൾ.